നിങ്ങൾക്കായിരിക്കാം. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും മറന്നിട്ടില്ലെന്നും ഉപേക്ഷിച്ചിട്ടില്ലെന്നും കൈവിട്ടിട്ടില്ലെന്നും നിങ്ങൾക്ക് ബോധ്യം വരുവാൻ തക്കവണ്ണം അവൻ്റെ ജീവമൊഴികൾ നിങ്ങളുടെ അരികിലേക്ക് കർത്താവിൻ്റെ ആത്മാവായപ്പാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയുടെ, ദൈവം ഒരു മനുഷ്യൻ്റെ, ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരുവൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ വചനമയപ്പാൻ തീരുമാനിച്ചാൽ, ഈ മീറ്റിങ്ങിന് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചൊരു വാക്കിതാണ്, തൻ്റെ ദൂതന്മാരെ അയച്ച് വഴിയൊരുക്കാൻ. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ മേൽ ക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ വേർഡ് എത്താതെ വണ്ണം അവനെ കോർണർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവനെ മറയ്ക്കുന്ന ദുഷ്ടവലയങ്ങൾ തകർന്നു മാറണം. കർത്താവിൻ്റെ വേർഡ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആ സാത്താനീയ വലയം ബ്രേക്ക് ചെയ്യും. ഒരു വലയം ഒരു സാത്താൻ ഒരു വ്യക്തിക്ക് ചുറ്റും പണിയുന്നതിൻ്റെ കാരണം അവൻ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആ വലയം ഭേദിച്ച് അവനിലേക്ക് എത്തരുത്. എന്നാൽ കർത്താവ് ആദ്യം ചെയ്യുന്നത് ആ വലയത്തെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ വലയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന ദിവസമാണ്. ആ വലയത്തിനകത്തുനിന്ന് നിങ്ങളെ ഒതുക്കി, നിങ്ങളെ കോർണർ ചെയ്തിട്ടിരിക്കുന്ന, നിങ്ങളെ നിരസിച്ചും റിജക്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന ആ വലയത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തിറക്കാൻ പോകുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസമെന്ന് നിങ്ങളുടെ വാഗൊണ്ട് പറയാൻ പോകുന്നൊരു ദിവസമാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്: ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അറിയാത്തതോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മറന്നുപോയതോ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഗ്രഹിക്കാത്തതോ ആയിട്ടുള്ളൊരു ചരിത്രം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നല്ല പൗലോസ് പറയുന്നത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത പൗലോസ്ലീഹ ഇവിടെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഏലിയാവിൻ്റെ ചരിത്രം യഹൂദന്മാരുടെ മുമ്പിൽ തെളിവായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ അറിയുന്നില്ലയോ? ഈ അറിവില്ലായ്മയാണ് ഒരു വ്യക്തിയെ അവനായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാക്കുന്നത്. അറിവില്ലായ്മയാണ് ഒരു വ്യക്തിക്ക് എങ്ങനെ ജയകരമായ നിലയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് അവനെ അറിയാത്ത അവസ്ഥയിൽ ആക്കിക്കളയുന്നത്. പൗലോസ് യഹൂദരോട് ചോദിക്കുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന സത്യം നിങ്ങൾക്കറിയാവോ? അതിനൊരു വ്യക്തിയെ കൂടെ ആളവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ വാക്ക് ശ്രദ്ധിക്കാം. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ ഞാൻ അതിന് ഇംഗ്ലീഷ് വായിക്കാം. ഡു യു നോട്ട് നോ what the scripture says of Elijah, how he appeals to God against Israel? ഏലിയാവിൻ്റെ ചരിത്രത്തിൽ, എനിക്കതിൻ്റെ മലയാളം വേർഷനാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഏലിയാവിൻ്റെ ചരിത്രം എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു നിയോഗത്തോടൊരു വേർഡ് ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം ചരിത്രത്തിനകത്ത് ഇടം പിടിക്കത്തക്ക നിലയിൽ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. ആരാണ് ആ ദൈവ പൈതൽ? ദൈവം മുന്നറിഞ്ഞിട്ടുള്ള ദൈവ പൈതൽ, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ദൈവം മുന്നേ അറിഞ്ഞ ഒരുവൻ, ദൈവം മുന്നേ അറിഞ്ഞ ഒരുവൻ, ഒരു ദൈവം മുന്നേ തെരഞ്ഞെടുത്ത ഒരുവൻ, ദൈവം മുന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുവൻ, ദൈവം മുന്നേ നോട്ടമിട്ടിരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തെ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്താൻ, ചരിത്രത്തിനകത്ത് മാർക്ക് ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തെ അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവർത്തികളും നിറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഏലിയാവ് സാധാരണ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്നത് പോലെ ഭൂമിയിൽ ജനിച്ചു വീണൊരു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യനെ
ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഓർഡിനറി ലൈഫ് അല്ല ദൈവം അദ്ദേഹത്തിന് നൽകിയത്, എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏലിയാവിൻ്റെ ചരിത്രം പൗലോസ് കോട്ട് ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ ഉണരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചയ്ക്ക് ഉണ്ണാനും രാത്രി അത്താഴം കഴിഞ്ഞിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാനും എന്ന നിലയിലെ സാധാരണ ജീവിതമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ചരിത്ര പുരുഷനായി മാറണമെങ്കിൽ എനിക്ക് സാധിക്കും ചരിത്ര പുരുഷനായി മാറാൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്ക് സാധിക്കും ചരിത്ര പുരുഷനായി മാറാൻ. പക്ഷെ ഒരു കാര്യം, ജീവിത ശൈലിയിൽ വ്യത്യാസം വേണം. ഏലിയാവിനെ ഇവിടെ ഉദാഹരണത്തിന് വേണ്ടി പൗലോസിനെ പോലെ ഒരു അഭിഷിക്തൻ കോട്ട് ചെയ്യണമെങ്കിൽ അത് ചരിത്രങ്ങൾക്കകത്ത് ആ മനുഷ്യന്റെ പേര് വന്നതുകൊണ്ട് മാത്രമാണ്. ആ ചരിത്രത്തെക്കുറിച്ച് ഈ പൗലോസ്ലീഹ ബോധ്യമുള്ളവനായിരുന്നു, അറിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഏലിയാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തിനാ അത് പറഞ്ഞത്? ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. ഏലിയാവിൻ്റെ ചരിത്രമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് രോമം എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ചില വസ്തുതകൾ ആ ചരിത്രത്തിനകത്ത് പറയുന്നുണ്ട്. ഒരു രാജ്യം തന്നെ ഇവൻ്റെ ആയുസ്സിനെ തള്ളാം എന്ന് തീരുമാനിച്ചതാണ്. ഒരു രാജ്യം തന്നെ ഇവൻ്റെ ആയുസ്സിനെ ഈ ഭൂമി മലയാളത്തിൽ നിന്ന് തള്ളാമെന്ന് തീരുമാനിച്ചതാണ്. ഒരു രാജ്യം, ഇസബേലും ആഹാബും തന്നെ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തന്റെ പേരും ആയുസ്സും ജീവനും ശുശ്രൂഷയും എന്നേക്കുമായി തുടച്ചു നീക്കാമെന്ന് പദ്ധതി ഇട്ടതാണ്. അതിനുവേണ്ടി ഡേറ്റ് കുറിച്ചതാണ്, വെല്ലുവിളിച്ചതാണ്, ഭീഷണി മുഴക്കിയതാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ മുന്നറിഞ്ഞവനെ ഈ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും തുടച്ചു നീക്കണമെങ്കിൽ ദൈവത്തിന്റെ കണ്ണ് കെട്ടാൻ കഴിയുന്ന ഒരുവൻ വേണം. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, നിന്നെ എൻ്റെ ദൈവത്തിന്റെ കണ്ണ് കണ്ടിട്ടുള്ളതാണെങ്കിൽ അവന്റെ കണ്ണ് കെട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ചരിത്രത്തെ തിരുത്താൻ, അല്ലെങ്കിൽ നിന്റെ ചരിത്രം ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയത്തുള്ളൂ. ദൈവം തെരഞ്ഞെടുത്ത നിന്റെ ജീവിതത്തെ ഒരു ദുരിത കയത്തിനകത്താക്കാൻ മനുഷ്യൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇസബേല്യ തുല്യരായ മനുഷ്യർ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആഹാബ് തുല്യരായ മനുഷ്യർ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കണ്ണ് കെട്ടാൻ കഴിയുന്ന ഒരുവൻ ഉണ്ടാകണം. ആ ഒരു ദൈവിക പദ്ധതിയെ മറികടക്കാൻ. ചരിത്രം അറിയുന്നില്ലയോ? ഏലിയാവിന്റെ ചരിത്രം അറിയുന്നില്ലയോ? യേശുവിന്റെ നാമത്തിൽ എന്താണ് പറയുന്നത് നോക്കിയേ. അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു. ഏലിയാവിന്റെ വാക്കാ പറയുന്ന കേട്ടോ. കർത്താവേ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് ഇത്രയും കൺസേൺ ആണെന്ന് ഏലിയാവ് മനസ്സിലാക്കാൻ കാരണം, ഏലിയാവ് ഒരു നിമിഷത്തേക്കൊരു സാധാരണ മനുഷ്യനെ പോലെ ആയിപ്പോയി. ഏലിയാവിൻ്റെ ലൈഫൊക്കെ ഭയങ്കര നമുക്ക് പ്രചോദനമായ ലൈഫാണ് ഏലിയാവിൻ്റെ ലൈഫൊക്കെ. പക്ഷേ എനിക്ക് ഏലിയാവിന് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിയാവിൻ്റെ ചരിത്രം കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഭയങ്കര വീര്യമുള്ള വ്യക്തിയാണെങ്കിലും ഒരു ഭീഷണിയുടെ മുമ്പിലും ഒരു പ്രതികൂലത്തിൻ്റെ മുമ്പിലും ഭയത്തിൻ്റെ മുമ്പിലും ഒരു 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 ഓർഡിനറി ലെവലിലേക്ക് ഡൗൺ ആയി പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റി, എപ്പോഴൊക്കെ വിശ്വാസത്തിൽ നല്ല സ്പൈക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഡൗൺ ആകുമോ, അവനെ ഉറപ്പിക്കാൻ, അവനെ ടീച്ച് ചെയ്യാൻ, അവനെ എൻകറേജ് ചെയ്യാൻ, അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏത് ചൂരച്ചെടിയുടെ കീഴിലും കർത്താവിൻ്റെ ശബ്ദം എത്തുമെന്ന്. ഏലിയാവിൻ്റെ ചരിത്രം അറിയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, അതിലത്തെ ഏറ്റവും നമുക്ക് കോട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യം മാത്രം അറിഞ്ഞാൽ പോരെ എന്നല്ല പൗലോസ് നമ്മളോട് ചോദിക്കുന്നതും യഹൂദന്മാരോട് ചോദിക്കുന്നതും. ആ മനുഷ്യൻ വിശ്വാസത്തിൽ നിന്ന് താണുപോയപ്പോൾ അവനെ ഉയർത്താൻ സഭയിലെ പാസ്റ്റർ അല്ല വന്നത്, തന്നെ ഓർഡൈൻ ചെയ്ത സ്വർഗത്തിൻ്റെ ദൈവം തന്നെ ദൂതനെ അയച്ച് തന്നെ ബലപ്പെടുത്തിയ ചരിത്രം കൂടെ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന
ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ചില വ്യക്തികളോട്, മിനിസ്ട്രിയിൽ നിൽക്കുന്ന ചില വ്യക്തികളോട്, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ചില അഭിഷിക്തരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏലിയാവിൻ്റെ ചരിത്രത്തിനകത്ത് ഉയർച്ചകളെക്കുറിച്ചും പഠിക്കാനുണ്ട്, താഴ്ചകളെക്കുറിച്ചും പഠിക്കാനുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ താൻ വീര്യത്തോടെ പ്രവചിച്ച് തീയിറക്കിയതും പഠിക്കാനുണ്ട്. തൻ്റെ ആത്മീയ ജീവിതത്തിലെ തീ അണഞ്ഞുപോയ ചരിത്രത്തെക്കുറിച്ചും അണയാറായ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. താൻ ഉറക്കമില്ലാതെ റെസ്റ്റില്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. എനിക്ക് മതി കർത്താവെ, മതിയായി, എൻ്റെ പ്രാണനെ ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ കയറി കിടന്ന ചരിത്രവും പഠിക്കാനുണ്ട്. പലതിനെയും ഗുഹയ്ക്കകത്ത് നിന്ന്, സിംഹഗുഹയ്ക്കകത്തുനിന്നും കരടി ഗുഹയ്ക്കകത്തുനിന്നും സാത്താനിയ ഗുഹയ്ക്കകത്തുനിന്നും രക്ഷിച്ചെടുത്ത ചരിത്രത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. ദൂതൻ പോഷിപ്പിച്ചതിന് ശേഷം ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന ചരിത്രത്തെക്കുറിച്ചും പഠിപ്പിക്കാനുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആരംഭ ശൂരത്വത്തോടെ വിശ്വാസത്തിൽ ഒന്ന് കത്തിക്കയറിയിട്ട് പിന്നെ നീ താണുപോകാനല്ല പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടത്. ആരംഭ ശൂരത്വത്തോടെ 1-2 അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്ത് പിന്നത്തേതിൽ വിശ്വാസത്തിൽ നീ കെട്ടുപോകാനല്ല ദൈവം നിന്നെ കണ്ടത്. ആരംഭ ശൂരത്വത്തോടുകൂടെ പലതിനെയും ഗുഹയ്ക്കകത്തുനിന്ന് വലിച്ചിറക്കിയിട്ട് ഒരു ഇസബേലിന്റെയോ ആഹാബിന്റെയോ ഉരുട്ടിയ കണ്ണ് കണ്ട് ഭയപ്പെട്ട് മതി കർത്താവേ എന്ന് പറഞ്ഞ് വീര്യം കുറയാനല്ല ദൈവം നിന്നെ കണ്ടത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഓ ജീസസ്, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. സ്വന്തക്കാർ തള്ളിക്കാണും, ഉറ്റവർ തള്ളിക്കാണും, ഉടയവർ തള്ളിക്കാണും, ചർച്ചക്കാർ തള്ളിക്കാണും, സഭ തള്ളിക്കാണും, സ്നേഹിതർ തള്ളിക്കാണും, പിന്നെന്താ വളർത്തിയവർ തള്ളിക്കളഞ്ഞു കാണും. പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞു കാണും. നിങ്ങളുടെ ബോസ് നിങ്ങളെ തള്ളിക്കളഞ്ഞു കാണും, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ നിങ്ങളെ തള്ളിക്കളഞ്ഞു കാണും, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥർ പോലും നിങ്ങളെ തള്ളിക്കളഞ്ഞു കാണും. പക്ഷേ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവാത്മാവ് ആരോടൊക്കെ ഉറപ്പിച്ചു പറയുന്നു, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഓ റബ ശതലബകയബ ലിബ്ര കത ശതസിയന്തലബബ. In the name of Jesus Christ, in the name of Jesus Christ. Shama mama 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 mama. Hudara baba 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 baba. ചില സെക്കൻഡുകളൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ലേബ്ര കത ശന്തേരി ബാരകോജസിയ ലീബ്രാസിയാൻ തേർബാന ഹർഥേ റിഗൽ ഖമനി. ദൈവം തള്ളിക്കളയാത്ത ജാതി, ദൈവം തള്ളിക്കളയാത്ത ജാതി, ദൈവം തള്ളിക്കളയാത്ത ജാതി, ദൈവം തള്ളിക്കളയാത്ത ജാതി, ദൈവം തള്ളിക്കളയാത്ത ജാതി. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവർ ഇസ്രായേലിന് വിരോധമായി, എനിക്ക് അവിടെ ഒന്ന് നിൽക്കണം, അവർ ഇസ്രായേലിന് വിരോധമായി. കർത്താവ് എപ്പോഴാണ് ഒരു വ്യക്തിക്ക് അനുകൂലമാകുന്നതെന്നറിയാമോ? ദൈവം കണ്ട വ്യക്തിക്ക് നേരെ വിരോധം എഴുന്നേൽക്കുമ്പോഴാണ്. ദൈവം എപ്പോഴാണ് പ്രവർത്തിച്ചും ഇടപെട്ടും എഴുന്നേറ്റും കണ്ണു തുറന്നും കരം ചലിപ്പിച്ചും തുടങ്ങുന്നതെന്നറിയാമോ? ദൈവം കണ്ട ഒരു വ്യക്തിക്ക് നേരെ വിരോധത്തിൻ്റെ വാക്കുകളോ വിരോധത്തിൻ്റെ ആലോചനകളോ പുറപ്പെടുമ്പോഴാണ്. കർത്താവ് എപ്പോഴും എഴുന്നേറ്റ് പൊടി പറപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവ് എപ്പോഴും എഴുന്നേറ്റ് വായിന്ന് തീ പുറപ്പെടുവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവ് എപ്പോഴും കരം ചലിപ്പിച്ച് സുനാമി വരുത്തും ഞാൻ കരുതുന്നില്ല. പക്ഷെ ദൈവം കണ്ടിട്ടുള്ളവൻ, പ്രത്യേകിച്ച് അവൻ്റെ പ്രാണന് നേരെ, അവൻ്റെ ആയുസ്സിന് നേരെ, അവൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന് നേരെ, ദൈവം ഇട്ടിരിക്കുന്ന മിനിസ്ട്രിക്ക് നേരെ, ദൈവം ഇട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് നേരെ വിരോധം ഉണ്ട് എന്നറിഞ്ഞാൽ, അതൊരു പക്ഷേ ഏലിയാവ് പോലും അറിയണമെന്നില്ല, പക്ഷെ ദൈവം അത് അറിഞ്ഞാൽ പിന്നെ അവൻ മര്യാദയ്ക്കിരിക്കത്തില്ല, പിന്നെ അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളുടെ അത്രയും പോലും പ്രശ്നങ്ങൾ വരാത്ത ആൾക്കാർ ഇന്ന് ഭൂമിയിലില്ല. നിങ്ങളുടെ അത്ര പോലും പോരാട്ടം കഴിക്കേണ്ടാത്തവർ ഇന്ന് മിനിസ്ട്രിയിലില്ല. നിങ്ങളുടെ അത്ര പോലും വെല്ലുവിളി സ്വീകരിക്കേണ്ടാത്തവർ ഇന്ന് ചരിത്രത്തിലില്ല, ഇന്ന് ട്രാക്കിലില്ല.
ഇന്ന് ലിസ്റ്റിലില്ല. പക്ഷെ നിന്നെ മാത്രം എന്താ ദൈവം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശേഷിപ്പിച്ചിരിക്കുന്നേ? നിങ്ങളെ മാത്രം എന്താ പോരാട്ടങ്ങൾക്ക് കുറവില്ല, വെല്ലുവിളിക്ക് കുറവില്ല, വാർഫെയറിന് ഒരു കുറവുമില്ല. സ്പിരിച്വലിയും നിങ്ങൾക്ക് ബാറ്റിലുണ്ട്, ഫിസിക്കലിയും നിങ്ങൾക്ക് ബാറ്റിലുണ്ട്. മനുഷ്യനിൽ നിന്നും നിങ്ങൾക്ക് യുദ്ധമുണ്ട്, സാത്താനീയ ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് യുദ്ധമുണ്ട്. പക്ഷെ എന്താ ദൈവം നിങ്ങളെ ശേഷിപ്പിച്ചിരിക്കുന്നത്? ഏലിയാവും പ്രവാചകനാണ്, ഇസ്രായേലിലുള്ള മറ്റു പല പ്രവാചകന്മാരും ഉണ്ട്. പക്ഷെ പല പ്രവാചകന്മാരെയും വാളിനിരയാക്കിയിട്ടും പല പ്രവാചകന്മാരെയും ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ചിട്ടും പല പ്രവാചകന്മാരും ബാലിന്റെ പ്രവാചകന്മാരായി നിലനിൽക്കുമ്പോഴും പലരും ഇസ്രായേലിന് വിരോധമായി കരങ്ങൾ ചലിപ്പിക്കുമ്പോഴും വാളെടുക്കുമ്പോഴും എന്തേ ഏലിയാവേ ഭീഷണിയുണ്ട്, നോട്ടമിട്ടിട്ടുണ്ട്, സ്കെച്ച് ചെയ്തിട്ടുണ്ട്, കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടാൽ തല താലത്തിൽ വെച്ച് എൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് കൽപ്പന ഇട്ടിട്ടുണ്ട്. എന്തേ ഏലിയാവേ വാളിന്റെ വെളിച്ചം പോലും നിന്റെ കഴുത്തിൽ മിന്നാത്തത്? ശേഷിപ്പുള്ളത് കൊണ്ടാണ്, ശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, ശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്. ഞാൻ വ്യക്തമായി എനിക്ക് എൻ്റെ സ്പിരിറ്റിൽ അറിയാൻ കഴിയുന്നുണ്ട്, ശേഷിപ്പിക്കുകയില്ല എന്ന് ഏതോ ഒരു മണ്ഡലത്തിൽ ഒരു ശബ്ദം, മനുഷ്യമണ്ഡലത്തിലോ സാത്താനിക മണ്ഡലത്തിലോ നക്ഷത്ര മണ്ഡലത്തിലോ എവിടെയോ ആയിക്കോട്ടെ, ഭൂമിക്ക് കീഴിലോ ഭൂമിക്ക് മുകളിലോ എവിടെയോ ആയിക്കോട്ടെ, മനുഷ്യനിൽ നിന്നോ ദുർഭൂതങ്ങളിൽ നിന്നോ എവിടുന്നോ ആയിക്കൊള്ളട്ടെ, കൂട്ടത്തിൽ നിന്നോ ഒറ്റയ്ക്കിൽ നിന്നോ ആരോ പറഞ്ഞതായിക്കൊള്ളട്ടെ, ശേഷിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് തമ്പുരാൻ നിന്റെ മേലിട്ട വിധിയാണ്, നിന്നെ ഇനി ദൈവം ശേഷിപ്പിക്കുമെന്ന്. ഓ ജീസസ്. രോഗം ഒരുപക്ഷെ നിന്റെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചു കാണും, നിന്നെ ഞാൻ ശേഷിപ്പിക്കത്തില്ല. വ്യക്തികൾ വെല്ലുവിളിച്ചു കാണും, നിന്നെ ഞാൻ ശേഷിപ്പിക്കത്തില്ല. ആത്മീയ യുദ്ധത്തിൽ നീ ഇങ്ങനൊരു ശബ്ദം കേട്ട് കാണും, നീ പ്രാർത്ഥിച്ചോ, പക്ഷെ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല, ശേഷിപ്പിക്കത്തില്ല. സ്നേഹിച്ചവരിൽ നിന്ന് കേൾപ്പിച്ചു കാണും, അധികം കാലം നിന്നെ ഞാൻ ശേഷിപ്പിക്കത്തില്ല, തുടരാൻ അനുവദിക്കത്തില്ല. പക്ഷേ ആരെവിടെ വെച്ച് പറഞ്ഞു നിർത്തിയോ അവിടെ നിന്റെ ദൈവം നിന്നെ ശേഷിപ്പിക്കുമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞു കുഞ്ഞെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആമേൻ. ഇനി നീ പ്രാർത്ഥിക്കുന്നതൊന്ന് കാണണം, ഇനി ഇയാൾ തീയിറക്കുന്നതൊന്ന് കാണണം, ഇനി ഇയാൾ വെല്ലുവിളിക്കുന്നതൊന്ന് കാണണം, ഇനി ഇയാൾ മിനിസ്റ്റർ ചെയ്ത് എനിക്കൊന്ന് കാണണം, ഇനി ഇയാൾ രോഗികളെ സൗഖ്യമാക്കുന്നൊന്ന് കാണണം, ഇനി ഇയാൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന എനിക്കൊന്ന് കാണണം. ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ കാണാൻ 10,000 കണ്ണ് വേണ്ട, എന്നെ കാണാൻ ഒരൊറ്റ കണ്ണ് മതി, എൻ്റെ കർത്താവിൻ്റെ കണ്ണ്. ഞാൻ ഇങ്ങനെ പറയും, കർത്താവിൻ്റെ 2 കണ്ണ് തികച്ച് എന്നെ നോക്കണ്ടെന്ന്. 1 കണ്ണ് തന്നെ ധാരാളമാണ്. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരി. നിന്റെ ആ അറിവായ ഏലിയാവേ അടുത്ത സ്പിരിച്വൽ റാങ്കിങ്ങിലേക്ക് നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോ? അപ്പോൾ ആ വാക്കൊന്നുകൂടെ ഞാൻ വായിക്കട്ടെ, എന്നാലേ നിങ്ങൾക്കൊന്ന് ചാർജ് ആകത്തുള്ളൂ. വായിക്കട്ടെ. അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കും. ഇത് കണ്ടത് നിന്നെയാ, പിന്നെ എങ്ങനെ നിന്റെ അനുജനെ കൂടെ എടുക്കും കർത്താവ്? നിന്നെയാ കണ്ടേ, നിന്നെയാ കർത്താവ് കണ്ടേ, നിന്റെ ഫാമിലിയിൽ നിന്നെയാ കണ്ടേ. നിനക്കൊരു കൂടപ്പിറപ്പുണ്ടാവും, പക്ഷെ ഇപ്പോൾ ആ കൂടപ്പിറപ്പ് നിന്റെ കൂടെ ആയിരിക്കത്തില്ല. നിനക്ക് സഹോദരൻ കാണും, സഹോദരി കാണും, മദർ കാണും, ഫാദർ കാണും, പക്ഷേ നിന്നെ ആദ്യം കർത്താവ് കണ്ടേ. നിന്നിലൂടെ ചെയ്യാനുള്ളതേ കർത്താവ് ചെയ്യത്തുള്ളൂ. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഈ ഒറ്റപ്പെടലിൻ്റെ ഈ വാക്ക്, ഞാൻ ഒരുത്തൻ മാത്രം, ഞാൻ മാത്രം, ഞാൻ മാത്രം, ഇതനുഭവിക്കാൻ ഞാൻ മാത്രം, ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഞാൻ മാത്രം, ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ ഞാൻ മാത്രം. നീ മാത്രം എന്ന് പറയുമ്പോൾ നിനക്കായി മാത്രം വീണ ഒരഭിഷേകമുണ്ട്, നിനക്കായി മാത്രം പുറപ്പെട്ടിരിക്കുന്ന ദൈവിക പദ്ധതികളുണ്ട്, നീ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിപ്പിച്ച്. എന്തിനാണ് ദൈവം
ഏലിയാവിനെ മാത്രം ശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ! ഏലിയാവിനെ മാത്രം ശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം ഒരു ഈസബേലിൻ്റെ നാശത്തെ, ഒരു ഈസബേലിൻ്റെ അഹങ്കാരത്തെ നായയുടെ നാക്കുകൊണ്ട് മറുപടി കൊടുക്കുന്നത് ഇവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ. ചില വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഹങ്കാരികൾ താളടിയാകുമെന്ന്. ഞാനൊരു പ്രവചന ശബ്ദം നിങ്ങളോട് പറയുകയാണ്. നിനക്ക് നേരെ പല വ്യക്തികളും വെല്ലുവിളിക്കുകയും ഭീഷണി മുഴക്കുകയും വിരോധമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ നാവ് ദൈവം യൂസ് ചെയ്യുമെന്ന് കരുതരുതല്ല. ഇപ്പോഴും ഇസബേലിന് നായുടെ നാവ് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് മറുപടി കൊടുത്തത്. ഞാൻ ആത്മാവിൽ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ആരെയൊക്കെയോ ഭയപ്പെട്ട്, മനുഷ്യരെ ഭയപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഇനി എങ്ങോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നറിയാതെ അവരുടെ മുഖം കാണുന്നതും ഓർക്കുന്നതും തന്നെ ഒരു വല്ലാത്ത ഭയം കയറിയിട്ട് വാതിലടച്ചിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഇറക്കാൻ സമയമാവുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത്, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ പറയും, കർത്താവേ ഞാൻ മാത്രമാണ് ഈ അനുഭവിക്കുന്നത്, ഞാൻ മാത്രമാണ് ഇപ്പോഴത്തെ ഈ കഷ്ടം സഹിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ കർത്താവിനിടാൻ ആയിരക്കണക്കിന് ടെസ്റ്റിമണീസ് ഉണ്ട്. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏലിയാവിനോട് കർത്താവ് പറയടാ, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു പ്രവചന ശബ്ദം പറയുക. ദൈവത്തിൻ്റെ വായിൽ നിന്നാണ് ഏലിയാവിന് അറിഞ്ഞുകൂടാത്ത ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറിയത്. ഇന്നും ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടാത്ത പല അത്ഭുതങ്ങളും മറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ റിവീലായി വരാത്ത പല രഹസ്യങ്ങളും ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. നീ ദൈവത്തോട് ചില സമയമൊക്കെ വേദന പങ്കുവെക്കുന്നത് നല്ലതാ. ചില സമയമൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുറന്ന് സംസാരിക്കുന്നത് നല്ലതാ. നീ തുറക്കേണ്ടതുപോലെ തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. കാര്യം ഏലിയാവാണെങ്കിലും ഏലിയാവിനും മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം അരുളി ചെയ്തിട്ടല്ലാതെ വെളിപ്പെട്ട് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. കാര്യം ഏലിയാവാണെങ്കിലും ദൈവസന്നിധിയുമായി അത്രയും ബന്ധമുള്ള ആളാണെങ്കിലും ഏലിയാവിന് പൂർണ്ണതയോടെ വെളിപ്പെട്ട് കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവത്തോട് ആ മനുഷ്യൻ ഈ മുട്ടിത്തുടങ്ങിയപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി. ഞാൻ ആത്മാവിൽ പറയുക, ചില വേദനകളും ഭയവും നല്ലതാണ് കൂടുതൽ ദൈവത്തോട് സംസാരിക്കാൻ. നീ ദൈവത്തോട് കൂടുതൽ സംസാരിക്കുമ്പോൾ, പതിവിന് വിരോധമായ ഭാഷകളിൽ നീ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ, നിനക്ക് ആത്മമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സ്വർഗം വെളിപ്പെടുത്തും. ശേഷിപ്പുണ്ട്. നിന്റെ കൂടെ നിൽക്കാൻ 7000 പേരുണ്ട് ഏലിയാവേ. നിന്റെ കൂടെ നിൽക്കാൻ 7000 പേരുണ്ട് ഏലിയാവേ. നീ ഒറ്റയ്ക്കാണെന്ന് പറയുന്നല്ലോ. ഞാൻ ഒരുക്കിയ ഒരു കൂട്ടമുണ്ട്, ഞാൻ ഒരുക്കിയ ഒരു ഗണമുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് ആരൊക്കെയോ പറയുന്നു, മിനിസ്ട്രിയിൽ ഒറ്റപ്പെട്ടു എന്ന് ആരൊക്കെയോ പറയുന്നു, പ്രാർത്ഥനയിൽ ഒറ്റപ്പെട്ടു എന്ന് ആരൊക്കെയോ പറയുന്നു. നീ വായി തുറക്കുമ്പോൾ നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ദൈവം ഒരുക്കിയ ഒരു ടീമുണ്ട്. In the name of Jesus Christ. ദൈവം നിന്നെ ചില ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. കർത്താവ് നിന്നെ ഒരു ടീമിന്റെ കൂടെ ചേർത്ത് നിർത്താൻ പോവുകയാണ്. നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ആര് കൈക്കൊള്ളുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ആര് റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ടീമിന്റെ കൂടെ ചേർത്ത് നിർത്താൻ പോകുകയാണ്. ബാലിന് മുട്ടകുത്താത്ത, ബാലിനെ വണങ്ങാത്ത, ബാലിനെ ഭയപ്പെടാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. വാള് ചുറ്റി നടക്കുന്നു ദൈവത്തെ വണങ്ങുന്നതിനെ കൊല്ലാൻ. പക്ഷേ വാളിന്റെ വെളിച്ചം, വാളിന്റെ തിളക്കം തട്ടാതെ ദൈവം മറച്ചു നിർത്തിയിരിക്കുന്ന 7000 പേർ. നിന്റെ കുടുംബത്തിന് ദൈവത്തിന്റെ സംരക്ഷണം വന്നാലുണ്ടല്ലോ, ഒരു ശത്രുവിന്റെ വാളിന്റെ തിളക്കവും നിന്റെ വീടിന്റെ മതിലിന്മേ പോലും തട്ടത്തില്ല.
നിങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് മറച്ചു നിർത്തിയാലുണ്ടല്ലോ, ഒരു ശത്രുവിൻ്റെ വാളിൻ്റെ തിളക്കം പോലും നിങ്ങളുടെ തലമുടി പോലും തട്ടത്തില്ല. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ചരിത്രം അറിയുന്നില്ലയോ? ഏലിയാവിൻ്റെ ചരിത്രം അറിയുന്നില്ലയോ? കാര്യം എന്താ? ഏലിയാവിനെ കർത്താവ് അത്രയും സ്നേഹിക്കാനുള്ള കാര്യം എന്താ? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കും. അതവിടെ നിൽക്കട്ടെ. അതിനകത്തുനിന്നൊരു മീനിങ് മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് ഏലിയാവ് ഡൗൺ ആയപ്പോഴും കർത്താവ് അദ്ദേഹത്തെ ബലപ്പെടുത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. തുടക്ക സമയത്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കർത്താവ് അരുളി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാക്കിനനുസരിച്ച് ചുവട് വെച്ചൊരു അഭിഷിക്തനാണ്. അഭിഷിക്തനാണെങ്കിലും അഭിഷിക്തയാണെങ്കിലും, വിശ്വാസിയാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും, ഞാൻ അങ്ങനെ അങ്ങ് പറയുക, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലാത്ത വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നീ ചുവട് വെച്ചാൽ നിന്റെ ചില വീഴ്ചകളൊക്കെ ദൈവം ക്ഷമിക്കും. വീഴ്ചകളെന്ന് പറയുമ്പം പൗലോസ് ചോദിക്കുന്ന പോലെ, അപ്പം കൃപ പെരുകേണ്ടതിന് പാപം കൂടുതൽ ചെയ്യുക എന്നോ എന്ന് പൗലോസ് ചോദിച്ചതുപോലെ ഞാനും ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നത്. പാപം കൂടുതൽ ചെയ്യാനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ച് ചുവട് വെച്ചിട്ടാണ് നിന്റെ ചുവടുകൾക്കകത്തൊരു പിഴവ് വരുന്നതെങ്കിൽ കർത്താവ് ക്ഷമിക്കും. ദൈവം നിന്നെ ശേഷിപ്പിക്കും. നിന്റെ ചുവട് പതറുന്നത് പിശാച് നോക്കിയിരിക്കുക. നിന്റെ ചുവട് പതറുന്നത് ശത്രു നോക്കിയിരിക്കുക. നിന്റെ ചുവട് പതറുന്നത് നിന്റെ വൈരികൾ നോക്കിയിരിക്കുക. പക്ഷെ നിന്റെ ചുവട് പതറിയാലും കർത്താവ് അത് ബാലൻസ് ചെയ്ത് നിർത്തും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ താഴ്ചയ്ക്കകത്ത് അദ്ദേഹത്തെ ഓടി വന്ന് കർത്താവ് താങ്ങാൻ കാരണം എന്നാണെന്നറിയാവോ? ഓരോ ചുവട് വെപ്പും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ചെയ്തൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അതാ ഏലിയാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒളിവ് ജീവിതത്തിനകത്തും ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞൊരു അഭിഷിക്തനാണ്. ഒളിവ് ജീവിതത്തിനകത്തും ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് ആരുടെയൊക്കെയോ മുമ്പിൽ പുറത്തു വരാൻ, ആരുടെയൊക്കെയോ മുമ്പിൽ ഇറങ്ങാൻ കഴിയാതെ ഒളിച്ചിരിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏലിയാവ് ഒളിവ് ജീവിതത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞതുപോലെ, ഒളിവ് ജീവിതത്തിനകത്തും തന്നെ അന്വേഷിച്ച് തന്നെ തേടി കർത്താവ് ഇറങ്ങിയതുപോലെ, ആ ഒളിവ് ജീവിതത്തിനകത്തും ദൈവത്തിൻ്റെ ഗ്ലോറി മനസ്സിലാക്കിയതുപോലെ, സ്നേഹം മനസ്സിലാക്കിയതുപോലെ, ഒളിച്ചിരിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു വെളിച്ചത്തിന് വേണ്ടി ചോദിക്കുന്ന ഏതോ കുടുംബത്തോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഒളിവ് കാലം തീരാൻ പോകുവാണ്. നിന്റെ ഒളിവ് ജീവിതം മാറാൻ പോവുകയാണ്. നിന്റെ ഒളിവ് ജീവിതം ദൈവം എന്നേക്കുമാക്കി നീക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പ്രവചിക്കുന്നു. റൂമിനകത്ത് നീ ഒളിച്ചിരിക്കുകയാണോ? വീടിനകത്ത് ഒളിച്ചിരിക്കുകയാണോ? അന്യരാജ്യത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രകാശം നിന്റെ ജീവിതത്തിൽ അയക്കാൻ പോവുകയാണ്. നിന്റെ ഒളിവ് ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുന്നു. അതാണ് കർത്താവ് ശേഷിപ്പിച്ച ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾ തയ്യാറാണോ ഈ കർത്താവിൻ്റെ മഹത്വം സ്വീകരിക്കാൻ, ചുമക്കാൻ? ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിനെ തള്ളിക്കളഞ്ഞെങ്കിൽ നിന്നെയും തള്ളിക്കളഞ്ഞു. ഏലിയാവിനെ തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, നിന്നെ ദൈവം തള്ളിക്കളയാൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തള്ളിക്കളയാൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തള്ളിക്കളയാൻ തയ്യാറല്ല. എനിക്ക് മതി എന്ന് പറഞ്ഞ ഏലിയാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമേൻ, നീ മാത്രമല്ല 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചേ, കർത്താവിന്റെ ഗ്ലോറി ഇറങ്ങുകയാണ്. ഒളിവ് ജീവിതത്തിന്റെ മഹത്വം അറിഞ്ഞൊരു അഭിഷിക്തനാണ് ഏലിയാവ്. ചരിത്രം ഒത്തിരി പഠിക്കാനുണ്ട് ഏലിയാവിനെ കുറിച്ച്. മനുഷ്യനെ
നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏലിയാവിൻ്റെ അടുത്ത് ദൈവശബ്ദം ഇറങ്ങിയതുപോലെ, ഏലിയാവിനെ സ്പർശിക്കാൻ കർത്താവ് ഇറങ്ങിയതുപോലെ ആരെയൊക്കെയോ തൊടുവാൻ ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവിന് മനസ്സുണ്ട്. ആരെയൊക്കെയോ സ്പർശിക്കാൻ കർത്താവ് ഇറങ്ങുന്നുണ്ട്. ആരെയൊക്കെയോ സ്പർശിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഈ സന്ദേശം നിന്റെ ഒളിവ് ജീവിതത്തെ മാറ്റിമറിക്കാനാണ്. ഇന്നത്തെ ഈ സന്ദേശം ചില ഇസബേലിയ ശക്തികളെ തകർക്കാനാണ്. ഇന്നത്തെ ഈ സന്ദേശം ജീസസ് മരണഭയത്തെ ശാസിക്കാനാണ്. ഇന്നത്തെ ഈ സന്ദേശം നിന്റെ ജീവിതത്തിലെ മടുപ്പിനെ ശാസിക്കാനാണ്. ഇന്നത്തെ ഈ സന്ദേശം നീ ദൈവത്തിന്റെ ശേഷിപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. നിന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു. നിന്റെ സമപ്രായക്കാർ ഇന്നില്ല, നിന്റെ കൂടെ ഇറങ്ങിയവർ ഇന്നില്ല. പക്ഷെ ദൈവം നിങ്ങളെ ശേഷിപ്പിച്ചതിന്റെ പിന്നിൽ വലിയ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന്, വലിയൊരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ആമേൻ. പലരും പ്രാർത്ഥന വലിച്ചു കീറിക്കളഞ്ഞപ്പോൾ ഇപ്പോഴും നീ ആ പായ്മേലിരുന്ന് ഒരു ദൈവമഹത്വത്തിനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നീ ഒരു ദൈവത്തിന്റെ ശേഷിപ്പായതുകൊണ്ടാണ്. നീ ദൈവത്തിന്റെ ശേഷിപ്പായതുകൊണ്ടാണ്. നിന്നെ ശേഷിപ്പിക്കത്തില്ലെന്ന് എപ്പോൾ ശത്രു വെല്ലുവിളിച്ചു പറഞ്ഞു, ആ സെക്കൻഡിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കുക. എന്തോ ഇതിനകത്തൊരു കൂട്ടുകാരിൽ പരമായ ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് പകരുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാലം തീർന്നു പോയിട്ടില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്വസ്ഥതയുടെ കാലം തീർന്നു പോയിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ശുശ്രൂഷയുടെ കാലഘട്ടം തീർന്നു പോയിട്ടില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളാതിശയമേ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത്, ഏലിയാവ് ഈ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികളുടെ അടുത്ത ഒരു തലം മനസ്സിലാക്കി. അനുഭവങ്ങളിലൂടെയാണ് ഒരു തെരഞ്ഞെടുത്തവനെ ദൈവം പണിയുന്നത്. അനുഭവങ്ങളിലൂടെയാണ് ഒരാത്മീയന്റെ ജീവിതത്തിൽ ദൈവം സന്ദേശങ്ങൾ കൈമാറുന്നത്. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ദൈവത്തിന്റെ സന്ദേശങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ എല്ലാ മരണഭയവും ഇവരെ വിട്ടു മാറട്ടെ. എല്ലാ രോഗഭയവും വിട്ടു മാറട്ടെ. സകല ഇരുട്ടിന്റെ ശക്തികളും ഈ വചനശക്തിയിൽ കീഴടങ്ങട്ടെ. അടുത്ത ഒരു ചുവടുവെപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഇവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി. കർത്താവ് ഈ സന്ദേശം നിങ്ങളോടാണ് സംസാരിച്ചെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങളെ ദൈവം സ്പർശിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കൃത്യമായി നടന്നു വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ റെഗുലറായിട്ട് ഈ ചാനലിൽ ഈ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതെടുക്കും, നിങ്ങളെ കർത്താവിൻ്റെ രാജ്യത്തിനായി ഉപയോഗിക്കും. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.